നമ്മളൊരു മലയ്ക്ക് ഓട്ടം വന്നാണേ. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഭയങ്കര ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി ഇവിടെ ബ്ലോക്കായി കിടക്കുക, കയറുന്നില്ല. ലോഡ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള ഒരു ഏച്ചറുണ്ട് ഇവിടെ. അപ്പോൾ ഏച്ചറിനകത്ത് കെട്ടി വലിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. ഇതിപ്പോൾ അങ്ങനെ സംഭവം ഇവിടെ വെച്ചിട്ട് കെട്ടി വലിക്കാനുള്ള പരിപാടിയാണ്. അല്ല, വണ്ടി കുറച്ചും കൂടെ അടുപ്പിക്കാം നമുക്ക്. അല്ല, അത് കിട്ടിയല്ലേ, ആ സാധനം വലിയ ലോഡല്ലേ, അത് ഒറ്റ സൗകര്യം. വലിക്കണ്ട, ആ വണ്ടി 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 വലിക്കാം, വണ്ടി വലിക്കും. വലിച്ചാൽ നിൽക്കൂല, അത്ര ലോഡല്ലേ. അല്ല, വണ്ടി ഇങ്ങോട്ട് വരാം, വണ്ടി വരും, ഇവിടെ വരെ വരും. വണ്ടി കെട്ടിയിട്ട് റിവേഴ്സ് അടിക്കാം. വരട്ടെ വരട്ടെ, വണ്ടി വരട്ടെ, എടുക്കാൻ പോകാം. സന്ധ്യയായി കേട്ടോ, 7 മണിയായി. ഫുള്ളും മഞ്ഞുവാ പ്രദേശത്തെ. ആ, കൊളുത്തുണ്ട്. ആ, അതിൽ കൊളുത്തിട്ട് ഒന്ന് കിട്ടിയാൽ മതി. അതല്ല, ഒരു കെട്ട് കിട്ടിയോ? മതി മതി മതി, ഒരു കെട്ട് കിട്ടിയാൽ മതി. ആ, വലിച്ചാൽ എഴുതി കെട്ടണം, ബാറാകില്ല. അത്ര മതി, അങ്ങനെ എടുക്കാൻ പറ്റും. ഞാനങ്ങോട്ട് വരികയാണ്, നിങ്ങൾ ഇങ്ങനെ എടുത്തോ വണ്ടി. എടുക്കല ആ, എടുക്കാട്ടെ. അവിടെ ടൈറ്റാ. പാ, ആ, ലൈറ്റ് നോക്കാം. ലൈറ്റ് ആ, അവന് കണ്ടു കാണത്തില്ല. ഇപ്പൊ ഓക്കെ, എടുക്കാൻ നോക്കിക്കോ. ആ, പൊട്ടി. അയാൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. സംഭവം കൊടുത്ത കറക്റ്റായില്ല, ആൻസറേറ്റർ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. സംഭവം കയറെല്ലാം പൊട്ടിപ്പോയി, എട്ടിൻ്റെ പണിയായി. ആ, നിങ്ങൾക്ക് നേരെയാക്കി താഴോട്ടിറക്ക്. നിങ്ങൾ ബാക്കിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കും. पीछे जाके उसका बोलो, उधर ये साइड എടുത്ത് അങ്ങോട്ടല്ല. ഇയാളെന്ത് കണ്ണും കടയും കാണുന്നില്ല. ആ, അങ്ങനെ എടുക്ക്. ആ, എടുക്കുന്നില്ല, അങ്ങനെ പോട്ടെ. ആ, അങ്ങനെ റോഡിലേക്ക് പോകും. അങ്ങനെയാണ് താഴെ നിൽക്കാൻ പറ്റും. അങ്ങനെ എടുക്കരുത്, തിരിച്ചു പിടി, ഇങ്ങോട്ട് പിടി. ആ, അങ്ങോട്ട് പോകാതെ. ഫ്രണ്ടുള്ള വണ്ടിയാണ് കുഴപ്പമില്ല, അത് ഫ്രണ്ട് ഇല്ലാത്ത വണ്ടിയാണ്, 4 വീലില്ല. ഇങ്ങനത്തെ കയറ്റത്തിലൊക്കെ വരുമ്പോണ്ടല്ലോ 4 വീൽ വണ്ടികൾ വേണം. 4 വീൽ വണ്ടി അല്ലെങ്കിൽ പെട്ടുപോയി ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ. ഹൈ റേഞ്ച് ഏരിയയാണ്. ഒന്നാമത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ആന ഇറങ്ങും. അവിടുന്ന് പിടിച്ച സംഭവം കയറി പോരും അല്ലേ? RPM കയറ്റിയിട്ട് എടുക്കണം. പുള്ളിക്ക് അറിയത്തില്ല. ടൗണിൽ ഓടിച്ച് പരിചയമുള്ള ടീം ആകുമ്പോൾ കാര്യമില്ല ഈ പ്രദേശത്ത്. RPM കൂട്ടി അപ്പ സംഭവം കയറിപ്പോയി. ഇതിലൊരു കഥയില്ലെന്നേ. ഇതെന്നറിയോ, പുള്ളി കാല് കൊടുത്തിട്ടില്ല, ആണോ പ്രശ്നം. അല്ല, ഇവിടെ നമ്മൾ വണ്ടി നിന്നു പറ്റിപ്പോയി. അത് എനിക്കും പറ്റി അബദ്ധം. എന്താണെന്നറിയോ, ഞാൻ ആദ്യം വിചാരിച്ചു കാലി വണ്ടിയാണ്.
അതാ സംഭവിച്ചേ. അവിടെ നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് കാലുവണ്ടിയാണ്. ഫുള്ള് ഓടല്ലേ? കാലുവണ്ടിയാണ്. ഇവരൊന്ന് കയറി പോകുന്നായിരുന്നെങ്കിൽ ഈ ലൈറ്റ് ഇട്ട് കാണിച്ചായിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞാനൊന്ന് മാറ്റിയേനെ. പക്ഷെ എനിക്കിപ്പോൾ സമയം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ആ കാലുവണ്ടിയാണ് ഇവർ അങ്ങോട്ട് കയറ്റിയിട്ട് ഞാനങ്ങ് കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിവേഴ്സ് എടുത്ത് കയറി പോകാലോ. എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല കാലുവണ്ടിയല്ലെന്ന്. അതാണ് പറ്റിയത്. ഇന്ന് 7 മണിയായിട്ടും രാത്രി ആയിട്ടില്ലേ? അതെ, ഇവിടെ എല്ലാം അങ്ങനെ വണ്ടി കയറ്റി വിട്ടു. അപ്പോൾ ശരി, ഇതാണ് നമ്മുടെ നാട്ടിലെ ഓരോരോ പ്രത്യേകത. ഇതാണ് ഫുള്ള് ഒരു സ്ഥലത്ത് വന്ന് വണ്ടി പെട്ടുപോയതാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറി പോകാൻ. ഭയങ്കര കയറ്റങ്ങളാണ് എല്ലായിടത്തും.